ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്കായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ലോക മാനസിക ആരോഗ്യ ദിനം ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 10. 2025 ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം സേവനങ്ങളിലേക്കുള്ള പ്രവേശനം, ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസിക ആരോഗ്യം. 2025 ലോക മാനസിക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം സേവനങ്ങളിലേക്കുള്ള പ്രവേശനം, ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസിക ആരോഗ്യം. 2024 ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ജോലി സ്ഥലത്തെ മാനസിക ആരോഗ്യത്തിനു തൊഴിലുടമകൾ നൽകേണ്ട മുൻഗണന. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹയായ മരിയ കൊറീന മച്ചാഡോ ഏത് രാജ്യക്കാരിയാണ്? വെനസ്വല. ലോകത്തെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏത്? ഗാലക്സ് ഐ ആണ്. ഗാലക്സ് ഐ. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ചെടുത്ത മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ് മിഷൻ ദൃഷ്ടി. സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് 2025 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? കേരളം. ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണിക്. 2025 മാക്സസെ പുരസ്കാരം നേടിയ ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി സ്ഥാപിച്ചത് ആര്? സഫീന ഹുസൈൻ ആണ്. ഒരു സീസണിലെ എല്ലാ ഗ്രാൻഡ് സ്ലാമുകളിലും ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടെന്നീസ് താരം ആരാണ്? ജോക്കോവിച്ച് ആണ്. ഒരു സീസണിലെ എല്ലാ ഗ്രാൻഡ് സ്ലാമുകളിലും ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടെന്നീസ് താരം ആരാണ്? ജോക്കോവിച്ച്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കോണമി ആൻഡ് പീസിന്റെ 2025 ആഗോള സമാധാന സൂചികയിൽ തുടർച്ചയായിട്ട് 18ാം വർഷം ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഐസ്ലൻഡ്. GST സ്ലാബുകളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള നടപടി നിലവിൽ വന്ന തീയതി എന്നാണ്? 2025 സെപ്റ്റംബർ 22. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നത് ആരുടെ രചനയാണ്? ഡോക്ടർ ഷെർലി വാസു. ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ഹിമയുഗത്തിൽ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെട്ടിരുന്ന കാട്ടുചോലത്തുമ്പിയെ കേരളത്തിൽ ഏത് പ്രദേശത്താണ് കണ്ടെത്തിയത്? മൂന്നാർ. ഹിമയുഗത്തിൽ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെട്ടിരുന്ന കാട്ടുചോലത്തുമ്പിയെ കേരളത്തിൽ ഏത് പ്രദേശത്താണ് കണ്ടെത്തിയത്? മൂന്നാർ. വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമയായ ഭൂതലത്തിലെ നായകൻ ആരാണ്? ഇന്ദ്രൻസ്. വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് വായു സർവേഷൻ പുരസ്കാരം 2025 10 ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള നഗരങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമത് എത്തിയ നഗരം ഏതാണ്? ഇൻഡോർ. 2025 ഒക്ടോബറിൽ പുറത്തിറക്കിയ ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മലാല യൂസഫ്സായ്. ബ്ലോക്ക് എവരിത്തിങ് എന്ന പേരിൽ 2025 സെപ്റ്റംബറിൽ പ്രക്ഷോഭം നടന്ന രാജ്യം ഏത്? ഫ്രാൻസ്. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള 2023-24 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. മിസോറാമിലെ ആദ്യത്തെ റെയിൽപാതയായ ബൈരാബി സായിരാങ് പാത ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദി.
സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം റഷ്യ. ചൈന തിബറ്റിലെ യാർലുങ് സാങ്പോ നദിയിൽ നിർമ്മിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിൽ നിന്നുള്ള അപ്രതീക്ഷിത ജലമൊഴുക്ക് ഭീഷണി നേരിടുന്നതിനായിട്ട് ഇന്ത്യ ബ്രഹ്മപുത്രയുടെ ഏത് പോഷക നദിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്? സിയാങ്ങിലാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ ഹൈ ജമ്പ് ഫൈനലിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായ സർവേഷ് ഫൈനലിൽ എത്രാം സ്ഥാനം നേടി? 6. വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം ഉൾപ്പെടുത്തുന്ന പരിഷ്കരണം ഏത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി നടപ്പിലാക്കുന്നത്? ബീഹാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ശാസ്താംകോട്ട. ഡിയല്ല എന്ന പേരിലെ AI അധിഷ്ഠിത അഴിമതി വിരുദ്ധ വകുപ്പ് മന്ത്രിയെ നിയോഗിച്ച രാജ്യമാണ് അൽബേനിയ. ഡിയല്ല എന്ന പേരിൽ AI അധിഷ്ഠിത അഴിമതി വിരുദ്ധ വകുപ്പ് മന്ത്രിയെ നിയോഗിച്ച രാജ്യമാണ് അൽബേനിയ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.